എല്ലാവർക്കും എൻ്റെ അലിസ്വാബ മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക്. മലബാർ കലാപത്തിൽ നേതൃത്വം നൽകിയവരിൽ പ്രമുഖനായ ഖിലാഫത്ത് നേതാവായിരുന്നു വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിൽ നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ആലി മുസ്ലിയാരുടെ സന്തത സഹചാരിയും ശിഷ്യനുമായിരുന്നു അദ്ദേഹം. 90 വർഷത്തെ ബ്രിട്ടീഷ് രാജ് ഭരണകൂടത്തിൽ ഒരു സമാന്തര മുസ്ലിം ഭരണകൂടം സ്ഥാപിക്കാൻ സാധിച്ച ഇന്ത്യൻ നേതാവായിരുന്നു വാരിയൻകുന്നത്ത്. 75,000-ഓളം വരുന്ന ഒരു വലിയ സേനയെ കൂടെ നിർത്തിയാണ് തൻ്റെ സമാന്തര ഭരണകൂടം സ്ഥാപിച്ചത്. മലബാർ ജില്ലയിലെ വള്ളുവങ്ങാട് താലൂക്കിലെ നെല്ലിക്കുത്തിലെ ചക്കിപ്പറമ്പൻ കുടുംബത്തിൽ 1870-ലാണ് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ജനനം. ചക്കിപ്പറമ്പൻ മൊയ്തീൻകുട്ടി ഹാജി പിതാവും കരുവാരക്കുണ്ടിലെ പാവറട്ടി കുഞ്ഞായുഷുമ്മ മാതാവുമാണ്. കുഞ്ഞഹമ്മദ് ഹാജിയുടെ മാതാപിതാക്കളുടെ കുടുംബങ്ങൾ പാരമ്പര്യമായി ബ്രിട്ടീഷ് വിരുദ്ധ നിലപാട് വെച്ചു പുലർത്തിയവരായിരുന്നു. കോഴിക്കോട് രാജ്യം നിലവിൽ ഉണ്ടായപ്പോൾ സാമൂതിരി രാജനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന കച്ചവട കുടുംബമായിരുന്നു ചക്കിപ്പറമ്പത്തുകാർ. 1905-ൽ മക്കയിൽ നിന്നും മടങ്ങിയ കുഞ്ഞഹമ്മദ് ഹാജി കോഴിക്കോട് രാജ്യം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതിനു ശേഷം നിസ്സഹകരണ സമീപനമായിരുന്നു പുലർത്തിയിരുന്നത്. തുടർന്ന് പലപ്പോഴായി ബ്രിട്ടീഷ് വിരുദ്ധ ലഹളകൾക്ക് ഈ കുടുംബങ്ങൾ തിരികൊളുത്തിയിരുന്നു. പ്രതികാരമായി ചക്കിപ്പറമ്പത്തുകാരുടെ സ്വത്തുവകകൾ ബ്രിട്ടീഷുകാർ പലപ്പോഴായി കൈയടക്കി. ബ്രിട്ടീഷ് വേട്ടയാടലുകളെ തുടർന്ന് ചക്കിപ്പറമ്പത്ത് നിന്ന് വാരിയൻകുന്ന് തൊടിയിലേക്ക് താമസം മാറേണ്ടി വന്നു. തുടർന്ന് വാരിയൻകുന്നൻ എന്നായിരുന്നു പിൽക്കാലത്ത് ഹാജി അറിയപ്പെട്ടിരുന്നത്. 1905-ൽ മക്കയിൽ നിന്ന് മടങ്ങിയ കുഞ്ഞഹമ്മദ് ഹാജി ഉണ്ണി മുഹമ്മദിൻ്റെ മകളായ റുഖിയയെ വിവാഹം കഴിച്ചു. 1998-ൽ അവളുടെ നിര്യാണത്തിനു ശേഷം ഒരു സുഹൃത്തിൻ്റെ സഹോദരിയായ സൈനബയെ വിവാഹം കഴിച്ചു. 1920-ൽ ഹാജി തൻ്റെ അമ്മാവൻ കോയാമു ഹാജിയുടെ മകൾ മാളു ഹജ്ജുമ്മയെ വിവാഹം കഴിച്ചു. ഇത് ഇരുവരുടെയും 3ാം വിവാഹമായിരുന്നു. ഹാജിയുടെ ജീവിതത്തിൽ മാളുവിന് ഒരു പ്രധാന പങ്കുണ്ടായിരുന്നു. വിപ്ലവകാലത്ത് ഒപ്പം നിന്ന് പൊതുരംഗത്ത് ഹാജിയെ സഹായിച്ചു. വിവാഹശേഷം നടന്ന എല്ലാ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിലും ഹാജിയോടൊപ്പം മാളു ഹജ്ജുമ്മയും പങ്കെടുത്തു. ഹാജിയുടെ വിയോഗത്തിന് ശേഷം അവർ ജീവിച്ചത് ജന്മനാടായ കരുവാരക്കുണ്ടിലായിരുന്നു. ഹാജിയുടെ വിയോഗത്തിന് ശേഷം അവരുടെ സ്വത്തുക്കൾ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് വിട്ടുകിട്ടുന്നതിനായി നിയമയുദ്ധം നടത്തിയതും മാളു ഹജ്ജുമ്മയായിരുന്നു. 1894 മണ്ണാർക്കാട് ലഹളയെ തുടർന്ന് ഹാജിയുടെ കുടുംബാംഗങ്ങളിൽ പലരും കൊല്ലപ്പെടുകയോ നാടുകടത്തപ്പെടുകയോ ചെയ്തു. അന്തമാനിലേക്ക് നാടുകടത്തപ്പെട്ടവരിൽ കുഞ്ഞഹമ്മദ് ഹാജിയുടെ പിതാവും ഉൾപ്പെട്ടിരുന്നു. പിഴയായി ഭീമമായ തുക ഹാജിയുടെ കുടുംബത്തിൽ നിന്ന് ഈടാക്കിയ ബ്രിട്ടീഷ് അധികാരികൾ കുടുംബസ്വത്തുക്കൾ കണ്ടുകെട്ടി. ഇത് ഹാജിയിലെ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം വർദ്ധിപ്പിക്കാൻ കാരണമായി. ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങൾ കാരണം രണ്ടാമതും നാടുവിടേണ്ടി വന്ന ഹാജി മടങ്ങി വന്നെങ്കിലും ജന്മനാട്ടിൽ പ്രവേശിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ അനുമതി നൽകാതെ വീണ്ടും മക്കയിലേക്ക് തിരിച്ചയച്ചു. 1915-ലാണ് പിന്നീട് ഹാജി മടങ്ങിയെത്തുന്നത്. തിരിച്ചു വന്ന കുഞ്ഞഹമ്മദ് ഹാജിയെ മലബാറിൽ പ്രവേശിക്കാൻ സർക്കാർ അനുവദിച്ചില്ല. പിന്നീട് ജന്മഗ്രാമമായ നെല്ലിക്കുത്തിൽ കയറരുത് എന്ന നിബന്ധനയിൽ വിലക്ക് നീക്കി. തിരികെ വന്ന് കച്ചവടം പുനരാരംഭിച്ച ഹാജി സ്വപ്രയത്നത്താൽ സമ്പന്നനായി മാറി. പിതാവിൻ്റെ വസ്തുവകകൾ തിരിച്ചുപിടിക്കാനും ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിക്കാനുമുള്ള പ്രതികാരവാജ്ഞ ഉള്ളിൽ അടക്കിവെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. നാളുകൾക്കു ശേഷം ജന്മഗ്രാമത്തിൽ പ്രവേശിക്കാനുള്ള അനുമതി സർക്കാരിൽ നിന്നും ലഭിച്ചെങ്കിലും 1916-ൽ മലബാർ ജില്ലാ കളക്ടർ ഇന്നിസിനെ കരുവാരക്കുണ്ടിൽ വെച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. തെളിവുകൾ ലഭ്യമാകാതിരുന്നതിനെ തുടർന്ന് പിന്നീട് വിട്ടേക്കപ്പെട്ടു. കച്ചവടം പച്ചപിടിച്ചതോടെ പൊതുരംഗത്ത് സജീവമായ ഇടപെടലുകൾക്ക് ഹാജി തുനിഞ്ഞിറങ്ങി. കച്ചവടത്തിൽ ലഭിക്കുന്ന സമ്പത്ത് ദരിദ്രർക്കും കുടിയാന്മാർക്കും കീഴാളർക്കും വീതം വെക്കുന്നതിന് ഹാജിക്ക് മടിയുണ്ടായിരുന്നില്ല. മൗലൂദ്, റാത്തീബ്, പടപ്പാട്ട് എന്നിവകൾ സംഘടിപ്പിച്ചു അന്നദാനം നടത്തിയും നേർച്ചകളിലെയും അതിൽ നടത്തുന്ന കോൽക്കളി, ദഫ്, കൈകൊട്ടിപ്പാടലുകളുടെ സംഘാടകനായുമൊക്കെ കുഞ്ഞഹമ്മദ് ഹാജി പ്രശസ്തനായി. ലോകപരിചയം, ഭാഷാപരിജ്ഞാനം, സ്വതസിദ്ധമായ സംസാര ചാതുരി, കുടിയാൻ പ്രശ്നങ്ങളിലും സാമൂഹിക മതാചാര തലങ്ങളിലുള്ള സജീവ സാന്നിധ്യം എന്നിവയൊക്കെ കീഴാളന്മാർക്കിടയിലും മാപ്പിളമാർക്കിടയിലും ഹാജിക്ക് സ്വാധീനം വർദ്ധിപ്പിച്ചു. സുൽത്താൻ കുഞ്ഞഹമ്മദ് ഹാജി എന്നായിരുന്നു ഹാജി അറിയപ്പെട്ടിരുന്നത്. അന്നത്തെ ഡെപ്യൂട്ടി കളക്ടർ സി ഗോപാലകൃഷ്ണൻ ഹാജിയെക്കുറിച്ച് പറഞ്ഞത്, ഹിന്ദുക്കളുടെ രാജാവും മുഹമ്മദീയരുടെ അമീറും ഖിലാഫത്ത് സേനയുടെ കേണലുമായിട്ടായിരുന്നു വാരിയൻകുന്നൻ ചമഞ്ഞിരുന്നത്. ജന്മി ബ്രിട്ടീഷ് വിരുദ്ധനായ ഹാജിക്ക് കിട്ടുന്ന സ്വീകാര്യത സർക്കാരിനെ ഭയപ്പെടുത്തിയിരുന്നു. അനുനയിപ്പിക്കാനായി ബ്രിട്ടീഷ് അധികാരികൾ നഷ്ടപ്പെടലധികം സമ്പത്തും ഭൂസ്വത്തുക്കളും അധികാര സ്ഥാനമാനങ്ങളും വാഗ്ദാനം ചെയ്തെങ്കിലും ഹാജി അത് സ്വീകരിച്ചില്ല. സുശക്തമായ സൈനിക സംവിധാനം സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ഹാജി വെള്ളപ്പടയെ നേരിട്ടിരുന്നത്.
പട്ടാളത്തിൽ നിന്നും പിരിഞ്ഞവരായിരുന്നു ഹാജിയെ സഹായിക്കാനുണ്ടായിരുന്നത്. സൈനികരുടെ രജിസ്റ്ററുകൾ, റെക്കോർഡുകൾ എന്നിവ ഉണ്ടാക്കി. ആയുധങ്ങൾ നൽകുമ്പോഴും തിരിച്ചു വാങ്ങുമ്പോഴും രസീത് കൊടുക്കുന്ന സമ്പ്രദായം നടപ്പിലാക്കി. ബ്രിട്ടീഷ് പട്ടാളത്തെപ്പോലെ സിഗ്നൽ സിസ്റ്റം ഉപയോഗിച്ച് പട്ടാളക്കാരെ സൂക്ഷ്മ നിരീക്ഷണം നടത്തി. കരുവാന്മാർ ആയുധ നിർമ്മാണം നടത്തി. ഭക്ഷ്യചുമതല കീഴാളന്മാരും മാപ്പിളമാരും നിർവഹിച്ചു. വെട്ടിക്കാട്, ഭട്ടതിരിപ്പാട്, പാണ്ടിയാട്ട് നാരായണൻ നമ്പീശൻ എന്നിവർ പണവും ഭൂമിയും ഭക്ഷണവും നൽകി. മാപ്പിളമാരോടൊപ്പം കീഴാളരും 500ഓളം ഹിന്ദുക്കളും വാരിയംകുന്നന്റെ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. വള്ളുവങ്ങാട് ജുമുഅത്ത് പള്ളിയിൽ ഒത്തുകൂടി പ്രാർത്ഥനയോടെ മാത്രമേ മൊയ്തീൻകുട്ടി ഹാജിയും പിന്നീട് കുഞ്ഞഹമ്മദ് ഹാജിയും യുദ്ധത്തിന് പുറപ്പെട്ടിരുന്നുള്ളൂ. ആലി മുസ്ലിയാരും കുഞ്ഞഹമ്മദ് ഹാജിയും പല സുപ്രധാന തീരുമാനങ്ങളും എടുത്തിരുന്നത് ഈ പള്ളിയിൽ വെച്ചായിരുന്നു. ഇവിടെ ഉളുവെടുക്കുന്നതിനായി വലിയൊരു കുളമുണ്ട്. ഈ കുളത്തിനുള്ളിൽ മണ്ണാത്തിപ്പുഴയിലേക്കുള്ള ഒരു തുരങ്കമുണ്ടായിരുന്നു. 1 കിലോമീറ്ററിലധികമുള്ള തുരങ്കത്തിലൂടെ യുദ്ധസമയത്ത് യാത്ര ചെയ്തിരുന്നു എന്നത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ യുദ്ധ തന്ത്രത്തിനും ബുദ്ധി സാമർഥ്യത്തിനും മതിയായ തെളിവാണ്. ഈ തുരങ്കത്തിന്റെ ചില ഭാഗങ്ങൾ ഇന്നും വള്ളുവങ്ങാട് തെക്കേ മണ്ണ കുന്നിൽ മുകളിൽ കാണാം. ബ്രിട്ടീഷുകാർ വള്ളുവങ്ങാട്ടേക്ക് കടക്കാതിരിക്കുന്നതിന് കാക്കത്തോട് പാലം കുഞ്ഞഹമ്മദ് ഹാജി തകർത്തിരുന്നു. അക്കാലത്തെ പ്രധാന പാതയായിരുന്നതിനാൽ ബ്രിട്ടീഷുകാർ പാലം പുതുക്കി പണിയുകയും ചെയ്തിരുന്നു. കാക്കത്തോട് വഴി കടലുണ്ടി പുഴയിലൂടെയായിരുന്നു ഹാജിയും കൂട്ടരും സഞ്ചരിച്ചിരുന്നത്. ഒറ്റുകാരെയും ബ്രിട്ടീഷ് ചാരന്മാരെയും സമരക്കാർ വകവരുത്തിയിട്ടുണ്ട്. അവരിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. അതേസമയം ഹിന്ദു വീടുകൾക്ക് സമരക്കാരിൽ നിന്നും മുസ്ലിങ്ങൾ കാവൽ ഏർപ്പെടുത്തിയിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ഒട്ടനവധി ആക്രമണങ്ങൾ ഈ 6 മാസ കാലയളവിൽ ഉണ്ടായി. തുറന്ന പോരാട്ടം, മിന്നലാക്രമം, ഗറില്ല യുദ്ധം എന്നിങ്ങനെ വ്യത്യസ്ത തലത്തിലുള്ള യുദ്ധങ്ങൾ. 1-ാം ലോക മഹായുദ്ധത്തിലെ ഭീതി സ്വപ്നമായ കൂർക്ക റെജിമെന്റിനെ ഇറക്കിയായിരുന്നു അവസാന തലത്തിലെ ബ്രിട്ടീഷ് പോരാട്ടം. ഇതോടെ കുഞ്ഞഹമ്മദ് ഹാജിയുടെ വിപ്ലവ സർക്കാർ ഭീതിയോടെ കീഴടങ്ങുമെന്ന് സർക്കാർ ന്യായമായും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ കൂർക്ക ക്യാമ്പിൽ ആക്രമണം നടത്തിയായിരുന്നു വാരിയംകുന്നനും കൂട്ടരും കൂർക്ക സൈന്യത്തിന് സ്വാഗതമോദിയത്. നിരാലംബരായ മാപ്പിളമാരെ കൂട്ടക്കൊല ചെയ്തും മാപ്പിള സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊന്നുമായിരുന്നു കൂർക്ക സൈന്യം ഇതിന് പ്രതികാരം തീർത്തത്. സ്വന്തം രാജ്യത്ത് മാത്രമല്ല, അയൽനാടുകളിലെ ബ്രിട്ടീഷ് സർക്കാർ പ്രവർത്തനം പോലും മന്ദീഭവിപ്പിക്കാൻ കുഞ്ഞഹമ്മദ് ഹാജിക്ക് കഴിഞ്ഞിരുന്നു. ഗൂഡല്ലൂർ പോലീസ് ട്രെയിനിങ് ക്യാമ്പ് ആക്രമിച്ച് ഒട്ടേറെ ബ്രിട്ടീഷുകാരെ വകവരുത്തിയത് അത്തരത്തിലൊരു സംഭവമാണ്. 1921 മലബാർ പോലീസ് സൂപ്രണ്ട് റോബർട്ട് ഹിച്ച്കോക്കിന്റെ നിരീക്ഷണത്തിൽ അദ്ദേഹം പറയുന്നു, ഇന്ത്യയിൽ ബ്രിട്ടീഷ് സൈന്യം നേരിട്ട ഏറ്റവും കടുത്ത പരീക്ഷണം ഏറനാട്ടിൽ കുഞ്ഞഹമ്മദ് ഹാജിയുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടമാണ്. മുടിക്കോട് വെച്ച് കോൺസ്റ്റബിൾ ഹൈദ്രോസിനെ വെടിവെച്ചു കൊന്ന ഹാജി ബ്രിട്ടീഷ് പക്ഷ ജമ്മി കൂടല്ലൂരിലെ ചെട്ടിയെയും വകവരുത്തി. ക്യാമ്പിൽ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച ഇൻസ്പെക്ടർ ഷേഖ് മൊഹിയുദ്ദീനെയും 2 കോൺസ്റ്റബിൾമാരെയും ഗൂഡല്ലൂരിൽ വെച്ച് വധിച്ചു. 1921 ഡിസംബറിൽ പന്തല്ലൂർ, മുടിക്കോടുള്ള സർക്കാർ ഓഫീസുകൾക്ക് നേരെ പോരാളികൾ ആക്രമണം അഴിച്ചുവിട്ടു. നിലമ്പൂർ സബ് ഇൻസ്പെക്ടറായിരുന്ന ചോലക ഉണ്ണീൻ്റെ കയ്യിൽ ദേശീയ പതാക നൽകി. ജാഥയുടെ മുമ്പിൽ നിന്ന് ഹാജി മുദ്രാവാക്യം വിളിച്ചുകൊടുത്തു. ഖിലാഫത്ത് കോൺഗ്രസ് സിന്ദാബാദ്, മഹാത്മാഗാന്ധി കി ജയ് മുദ്രാവാക്യം ഏറ്റുവിളിക്കാൻ ഉണ്ണി നിർബന്ധിതനായി. കുഞ്ഞഹമ്മദ് ഹാജിയുടെ പ്രവർത്തനങ്ങൾ സർക്കാരിനെ അലോസരപ്പെടുത്തി. അദ്ദേഹത്തെ തകർക്കാൻ പലതും പയറ്റി. ഹാജിയെയും ബ്രിട്ടീഷ് സംഘത്തെയും പിടികൂടാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലുണ്ടായിരുന്ന 1/3 സൈനികരെയും മലബാറിൽ വിന്യസിച്ചു. സംയുക്തമായ സൈനിക ആക്രമണങ്ങൾ ഫലം കാണാതെ വന്നപ്പോൾ ബ്രിട്ടീഷ് അധികാരികൾ പുതുവഴികൾ തേടി. ബ്രിട്ടീഷ് ഇന്ത്യൻ ഇന്റലിജൻസ് തലവൻ മോറിസ് വില്യംസ് മലബാറിൽ താവളമടിച്ചു. ലോയലിസ്റ്റുകളായവരെ അഥവാ ബ്രിട്ടീഷ് അനുഭാവമുള്ള വരേണ്യ മുസ്ലിം ഹിന്ദു അവരെ മുന്നിൽ നിർത്താനും ഒറ്റുകാരെ സൃഷ്ടിക്കാനുമായിരുന്നു തീരുമാനങ്ങൾ. ലഹള വർഗീയ ലഹളയാണെന്ന് കാണിച്ച് ലഘുലേഖ വിതരണങ്ങൾ നടന്നു. പദ്ധതികൾ പ്രാവർത്തികമാക്കിയതിനെ തുടർന്ന് മാർഷൽ ലോ കമാൻഡന്റ് കേണൽ ഹംഫ്രി മലബാറിലെത്തി. ഹംഫ്രിയുടെ നേതൃത്വത്തിൽ പട്ടാള വിഭാഗം കമാൻഡർമാരുടെയും ഇന്റലിജൻസ് വിഭാഗത്തിന്റെയും യോഗം ചേർന്ന് ബാറ്ററി എന്ന പേരിൽ സ്പെഷ്യൽ ഫോഴ്സ് രൂപീകരിച്ചു. തുടർന്നാണ് ചെമ്പ്രശ്ശേരി തങ്ങളെയും സീതി തങ്ങളെയും പിന്നീട് ഹാജിയെയും അറസ്റ്റ് ചെയ്യുന്നത്. ചെമ്പ്രശ്ശേരി സീതി തങ്ങന്മാരെ ചതിച്ച് കീഴ്പ്പെടുത്തിയതിനു ശേഷം ഹാജിയെ പിടിക്കാനായി ഉറ്റ സുഹൃത്ത് പൊറ്റലിൽ ഉണ്ണിയാലി മുസ്ലിയാരെ അധികാരികൾ സമീപിച്ചു. ഹാജിയെ സന്ദർശിക്കാനും സമാന്തര സർക്കാർ പിരിച്ചുവിട്ട് കീഴടങ്ങിയാൽ കൊല്ലാതെ എല്ലാവരെയും മക്കത്തേക്ക് നാടുകടത്താമെന്നുമുള്ള സർക്കാർ തീരുമാനം അറിയിക്കാനും ആവശ്യപ്പെട്ടു. ഉണ്ണിയാൻ മുസ്ലിയാരോടൊപ്പം ഹാജിയുമായി സൗഹൃദ ബന്ധമുള്ള രാമനാഥ അയ്യർ എന്ന സർക്കിളും ഉണ്ടായിരുന്നു. ലോ കമാൻഡർ ഹംഫ്രി നൽകിയ എഴുത്തുകാട്ടി മക്കത്തേക്ക് അയക്കുന്ന കാര്യം അവതരിപ്പിച്ചപ്പോൾ ഹാജി പൊട്ടിച്ചിരിച്ചു. ദൂതന്മാരെ പിന്തുടർന്ന് ക്യാമ്പ് വളഞ്ഞിരുന്ന ബാറ്ററി സ്പെഷ്യൽ കമാൻഡോസ് നിസ്കാരത്തിനുള്ള തയ്യാറെടുപ്പിനിടെ ഹാജിയെ കീഴ്പ്പെടുത്തി. ഹാജിയുമായി ഗാഢ സൗഹൃദ ബന്ധമുണ്ടായിരുന്ന രാമനാഥ അയ്യർ ആ സ്നേഹം ആയുധമാക്കിയപ്പോൾ
ഹാജി അടിതെറ്റി വീഴുകയായിരുന്നു. സായാഹ്ന പ്രാർത്ഥന സമയമായപ്പോൾ അയ്യർക്കു മുന്നിൽ ആയുധങ്ങളെല്ലാം കൂട്ടിയിട്ട് ഹാജി അടക്കമുള്ള വിപ്ലവ സംഘങ്ങൾ വുളു എടുക്കാൻ നീങ്ങി. ആയുധങ്ങൾ മാറ്റിയിട്ട അയ്യരും സംഘവും അടയാളം കിട്ടിയതോടെ പ്രത്യേക പരിശീലനം ലഭിച്ച സേനാംഗങ്ങൾ അവരെ കീഴ്പ്പെടുത്തുകയായിരുന്നു. നിരായുധനാണെങ്കിലും കീഴടങ്ങാൻ കൂട്ടാക്കാതെ ഹാജിയും കൂട്ടരും ചെറുത്തു നിന്നതിനാൽ 6 മണിയോടുകൂടി മാത്രമാണ് പ്രത്യേക സംഘത്തിന് അവരെ കീഴടക്കാനായത്. ചെറുത്തുനിൽപ്പിനിടെ 2 ബാറ്ററി ഫോഴ്സ് അംഗങ്ങളും 4 ഖിലാഫത്ത് പടയാളികൾക്കും ജീവൻ നഷ്ടമായി. കീഴടക്കിയ ഹാജിയെ 2 ബറ്റാലിയൻ കൂർക്ക പട്ടാളക്കാരുടെ അകമ്പടിയോടെ കാളികാവിലെത്തിച്ചു. 1922 ജനുവരി 5-ന് ചെണ്ടവാദ്യ മുഴക്കിയും നൃത്തം ചെയ്തും ആരവങ്ങളോടെ ബ്രിട്ടീഷ് സൈന്യം ഹാജിയെ പൊതുപ്രദർശനം നടത്തി മഞ്ചേരിയിലേക്ക് കൊണ്ടുപോയി. ചങ്ങലകളിൽ ബന്ധിച്ചു. മീശരോമങ്ങൾ പറിച്ചെടുത്തു ചവിട്ടിയും ബയണറ്റിനാൽ കുത്തിയും പാതയിലൂടെ വലിച്ചയച്ചുകൊണ്ട് ആവോളം രോഷം തീർത്തുകൊണ്ടായിരുന്നു പട്ടാളത്തിൻ്റെ ആ യാത്ര. 1922 ജനുവരി 6-നാണ് ഹാജിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. കളക്ടർ ആർ ഗേളി, പട്ടാള ഭരണത്തലവൻ ഹെൽബർട്ട് ഹംഫ്രി, DYSP ആമു, സർക്കിൾ ഇൻസ്പെക്ടർ നാരായണ മേനോൻ, സുബേദാർ കൃഷ്ണപ്പണിക്കർ എന്നിവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച ഹാജി ഹംഫ്രിയോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വഞ്ചനയിലും കാപട്യത്തിലും നിങ്ങളുടെ മിടുക്ക് സമ്മതിച്ചിരിക്കുന്നു. മാപ്പ് തന്ന് മക്കയിലേക്ക് അയക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് താങ്കൾ എഴുതിയ കത്ത് എന്നെ അത്ഭുതപ്പെടുത്തി. വഞ്ചനയ്ക്കു വേണ്ടി പുണ്യഭൂമിയെ കരുവാക്കിയ നിങ്ങളുടെ സ്വാർത്ഥത എന്നെ പ്രലോഭിപ്പിക്കാൻ മക്കയെ പ്രയോഗിച്ച അരംദാന പ്രവർത്തിക്കിടെ അങ്ങൊരു കാര്യം മറന്നു. ഞാൻ മക്കയെ ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഞാൻ പിറന്നത് മക്കയിലല്ല, വീരേതിഹാസങ്ങൾ രചിക്കപ്പെട്ട ഈ ഏറനാടൻ മണ്ണിലാണ്. ഇതാണെൻ്റെ നാട്. ഈ ദേശത്തെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ഈ മണ്ണിൽ മരിച്ച് ഈ മണ്ണിൽ അടങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് ചില മാസങ്ങളെങ്കിലും മോചിപ്പിക്കപ്പെട്ട ഈ മണ്ണിൽ മരിച്ചു വീഴാൻ എനിക്കിപ്പോൾ സന്തോഷമുണ്ട്. നിങ്ങൾ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. പക്ഷേ പൂർണ്ണമായും കൈപ്പിടിയിലൊതുക്കാൻ നിങ്ങൾക്ക് മാസങ്ങൾ വേണ്ടിവരും. ഇപ്പോൾ സ്വതന്ത്രമാണ് ഈ മണ്ണ്. 1922 ജനുവരി 13-ന് മലപ്പുറം തൂക്കിടി കല്ലേരിയിൽ വെച്ച് ഹാജിയെയും 2 പോരാളികളെയും മാർഷൽ കോടതി വിചാരണ ചെയ്യുകയും 3 പേരെയും വെടിവെച്ച് കൊല്ലാൻ വിധിച്ചു. വിധി കേട്ട കുഞ്ഞഹമ്മദ് ഹാജി പറഞ്ഞു, എൻ്റെ നാടിനു വേണ്ടി രക്തസാക്ഷിയാവാൻ അവസരം തന്നതിന് 2 റക്അത്ത് നിസ്കരിച്ച് ദൈവത്തോട് നന്ദി പ്രകാശിപ്പിക്കാനുള്ള ഒഴിവ് തരണം. 1922 ജനുവരി 20 ഉച്ചയ്ക്ക് മലപ്പുറം മഞ്ചേരി റോഡിൻ്റെ 1-ാം മൈലിനടുത്ത വടക്കേ ചെരുവിൽ ഹാജിയുടെയും 2 സഹായികളുടെയും വധശിക്ഷ നടപ്പാക്കി. കോട്ടും തലപ്പാവും ധരിച്ച് കസേരയിൽ ഇരുന്ന ഹാജിയുടെ 2 കൈകളും പിന്നോട്ട് വലിച്ചു കെട്ടിയ ശേഷം കസേരയടക്കം ദേഹവും വരിഞ്ഞു മുറുക്കി. നിങ്ങൾ കണ്ണുകെട്ടി പിറകിൽ നിന്നും വെടിവെച്ചാണല്ലോ കൊല്ലാറ്. എന്നാൽ എൻ്റെ കണ്ണുകൾ കെട്ടാതെ ചങ്ങലകൾ ഒഴിവാക്കി മുന്നിൽ നിന്ന് വെടിവെക്കണം. എൻ്റെ ജീവിതം നശിപ്പിക്കുന്ന വെടിയുണ്ടകൾ വന്ന് പതിക്കേണ്ടത് എൻ്റെ നെഞ്ചിലായിരിക്കണം. അതെനിക്ക് കാണണം. ഈ മണ്ണിൽ മുഖം ചേർത്ത് മരിക്കണം, ഹാജി ആവശ്യപ്പെട്ടു. അന്ത്യാഭിലാഷം അംഗീകരിച്ചു കണ്ണുകെട്ടാതെ നെഞ്ചിലേക്ക് വെടിയുതിർത്ത് ഹാജിയുടെ വധശിക്ഷ ബ്രിട്ടീഷ് പട്ടാളം നടപ്പിൽ വരുത്തി. മറവ് ചെയ്താൽ പുണ്യപുരുഷന്മാരായി ചിത്രീകരിച്ചു. നേർച്ചകൾ പോലുള്ള അനുസ്മരണങ്ങൾ ഉണ്ടാകുമെന്ന ഭയം കാരണം ഹാജിയുടേതടക്കം മുഴുവൻ പേരുടെയും മൃതദേഹങ്ങൾ വിറകും മണ്ണെണ്ണയും ഒഴിച്ച് കത്തിച്ചു കളയുകയായിരുന്നു. കൂട്ടത്തിൽ വിപ്ലവ സർക്കാരിൻ്റെ മുഴുവൻ രേഖകളും അഗ്നിക്കിരയാക്കി. ഇനിയൊരിക്കലും വാരിയംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഓർമ്മകൾ തിരിച്ചു വരരുത് എന്ന് സാമ്രാജ്യത്വ തീരുമാനം നടപ്പാക്കാൻ കത്തിത്തീർന്ന ചാരത്തിൽ ബാക്കിയായ എല്ലുകൾ വരെ സൈന്യം പെറുക്കിയെടുത്ത് ബാഗിലാക്കി കൊണ്ടുപോയി. ഇതാണ് ചരിത്രം.